അപ്പോൾ മച്ചാന്മാരെ സൈക്കിൾ ചലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെറുതെ നടക്കുമ്പോഴാണ് നമുക്കൊരു കോൾ വരുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എന്നോട് വീട്ടിലോട്ട് വരാനായിരുന്നു. അപ്പോൾ കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ റൈഡറാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൈഡറിനെയും കൂട്ടിയിട്ട് റൈഡർ പറഞ്ഞ ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞപ്പോൾ പോകുമ്പോൾ റൈഡർ കാര്യങ്ങൾ നമുക്ക് ഒരു കാറ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈഡർ സീറ്റിലിരുന്ന് ഞാനായിരുന്നു കാറ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈഡർ എന്താ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ബാർബർ ഷോപ്പ് വരെ ഒന്ന് പോയിട്ട് നമുക്ക് മുടി കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിയിട്ട് വരാമെന്നാണ് റൈഡർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ റൈഡറിൻ്റെ അടുത്തേക്ക് ബാർബർ ഷോപ്പൊക്കെ കണ്ടെത്തി, മാപ്പിൽ ബാർബർ ഷോപ്പൊക്കെ കണ്ടെത്തി നമ്മൾ നേരെ ബാർബർ ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ റൈഡർ പറഞ്ഞിട്ടുള്ള പൈസ ഒക്കെ അവൻ കൊടുത്തോളാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൈഡറിനും കൂട്ടി ഏതായാലും ഊസില്ലെന്ന് കരുതിയ റൈഡറിനും കൂടി നേരെ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ ബാർബർ ഷോപ്പിൽ എത്തിയതിന് ശേഷം നമുക്ക് നല്ലൊരു സ്വീകരണം തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് സീറ്റിൽ ഇരിക്കാനൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്താണ് മുടി ഞാനൊരു ഫെയ്ഡ് മാതിരി ഞാൻ വെട്ടാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഫെയ്ഡ് മാതിരി തന്നെ ചേട്ടൻ വെട്ടി തന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വെട്ടി കഴിഞ്ഞതിന് ശേഷം പൈസ എന്താണ് നമ്മുടെ റൈഡർ തരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. മുടി വെട്ടി ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മുടെ റൈഡർ നമ്മളോട് പറയുകയാണ്, നീ പോയിട്ടൊരു പിസയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വാ, പൈസ എല്ലാം ഞാൻ കൊടുത്തോളാം. എന്തെന്നറിയില്ല, റൈഡർ നമുക്ക് ഇന്ന് ഫുള്ള് ഓസിയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ വേഗം വണ്ടി പോയിട്ട് നമുക്ക് പിസ കടയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഏറ്റവും വില കൂടുതലുള്ള പിസ്സേനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മച്ചാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിസ്സയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പൈസ ഒക്കെ നമ്മുടെ റൈഡർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ പെട്ടെന്ന് തിന്നൊക്കെ കഴിഞ്ഞ് റൈഡർ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ റൈഡർ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. റൈഡർ പറയാണ്, ഞാൻ പൈസ ഒന്നും തരത്തില്ല, നിൻ്റെ കയ്യിലുള്ള പൈസ വരെ എന്നോട് തരാൻ പറയാണ്, എന്നോടല്ല ആ കടക്കാരനോട് പറയണേ. അപ്പോൾ റൈഡർ അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവരാകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവരൊരു പാവങ്ങളാകും, ആ കടക്കാർ പാവങ്ങളാകുമെന്ന് കരുതിയപ്പോഴാണ് അവരെ കയ്യിലും തോക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം കടയിൽ നിന്ന് ഇറങ്ങി വണ്ടി കാർ എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ റൈഡർ പറഞ്ഞു, വേഗം വിട്. അവൻ തന്നെ പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ വണ്ടിയുടെ മേത്തേക്ക് അവർ വെടിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിലോട്ട് പോകണം, അല്ലാതെ നമ്മൾ ചാവുന്നതായിരിക്കും. അപ്പോൾ പൈസയും കൊടുത്തിട്ടില്ല, അവരുടെ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ മുടിയിട്ട് ഇടയിൽ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്, അത് പിന്നെ സീനൊന്നുമില്ല. പിന്നെ ഇവിടെയാണ് അവൻ പൈസ കൊടുക്കാതെ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത മിഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.